ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 10, 25 ഡാഷ് 119, 246 വിട്ടുപോയ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് എടുക്കാം. 56, ബി 59, സി 47, ഡി 68. എല്ലാം ഏകദേശം നിയറായിട്ടുള്ള നമ്പേഴ്സാണ്. അപ്പോൾ അതിനൊന്നും ഓപ്ഷൻ ഗസ് ചെയ്യാനൊന്നും നമുക്കൊരു ചാൻസ് ഇല്ല. നമുക്ക് ചെയ്ത് തന്നെ നോക്കാം. ഇതും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ആദ്യം നോക്കാം. 10 + 15 25. വേറെ റിലേഷനൊന്നുമില്ല. 10 + 15 25. ഇനി ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. 119 പ്ലസ് ഈ പ്ലസ് ഇട്ടിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. 119 + 246 നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. 246 - 119 ചെയ്ത് നോക്കാം. അപ്പം ഇവിടെ 7, 2, 1 127 എന്ന് കിട്ടി. അപ്പം നമുക്ക് 127, 246. ഇവിടെ 10 + 15, ഇവിടെ 119 + 127. ഒരു റിലേഷൻ കാണുന്നില്ല. പക്ഷെ അതേസമയം തന്നെ നമുക്ക് വേറെ രീതിയിൽ ഇത് ചെയ്ത് നോക്കാം. ഇതിനെ 119 × 2 പ്ലസ് 8 എന്ന് എഴുതാം. അതായത് 127 - 8 119. അപ്പോൾ 8 മൈനസ് ചെയ്താൽ 119. ഇതിനെ നമുക്ക് 119 + × 2 + 8 എന്ന് എഴുതാം. 246 നമുക്ക് അങ്ങനെ കിട്ടി. അതേസമയം ഇതിനെ നമുക്ക് 10 × 2 + 5 25 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇതിനെ രണ്ടെണ്ണത്തിന് നമ്മൾ മാറ്റി എഴുതി. ആദ്യത്തെ നമ്പറിനെ ഈ നമ്പറിൽ നിന്ന് × 2 + 5 ചെയ്തപ്പോൾ അടുത്തത് കിട്ടി. ഇവിടെ 119 × 2 + 8 ചെയ്തപ്പോൾ 246 കിട്ടി. അപ്പോൾ അതേപോലെ ഇനി അടുത്തത് 25 × 2 + 6 ചെയ്താൽ ഈ നമ്പർ കിട്ടും. കാരണം ഇവിടെ 5 ഇവിടെ 8. അപ്പോൾ ഇവിടെ 6ഉം 7ഉം കാണേണ്ടത്. നമുക്ക് നോക്കാം. 25 × 2 50, 50 + 6 56. ഇനി ഇത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അടുത്തതും കൂടി ചെയ്ത് നോക്കാം. 56 × 2 + 7 എത്രയാണ് നോക്കാം. 56 × 2 + 7 എന്ന് പറഞ്ഞാൽ 56 × 2 112 + 7 = 119. അപ്പോൾ കറക്റ്റാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമ്മളെ ഉത്തരം 56 തന്നെയാണ്. ഉത്തരം എ എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഇത് രണ്ടുമുള്ള റിലേഷൻ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കിയിട്ട് ആ ബന്ധത്തിനെ നമ്മൾ യൂസ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ. 12, 21, 33, 23, 32 ഡാഷ്. ഈ ഡാഷാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻസ് 46, ബി 55, സി 65, ഡി 75. ഒറ്റ നോട്ടത്തിൽ ഇവ തമ്മിൽ ബന്ധങ്ങളൊന്നും കാണില്ല. ഇവിടെ 12, ഇവിടെ 21, പിന്നെ 33. ഇത് രണ്ടും ആഡ് ചെയ്താൽ 33 കിട്ടും എന്നൊരു ബന്ധം മാത്രമേ ഉള്ളൂ. 12 + 21 ചെയ്താൽ 33 കിട്ടും. ഇവിടെ 12, അടുത്തത് 21. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 33 വരും. പക്ഷേ ഈ 33, 23 തമ്മിൽ പ്രത്യേക കണക്ഷനൊന്നുമില്ല. എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം. പിന്നെ 23, 32. ഇവിടെ നോക്കുക. 12 തിരിച്ചെഴുതി നമുക്ക് എത്ര കിട്ടി? 21 കിട്ടി. അത് രണ്ടും ആഡ് ചെയ്തിട്ട് 33 കിട്ടി. മൂന്നാമത്തെ നമ്പർ. വീണ്ടും നാലാമത്തെ 23 തിരിച്ചെഴുതി 32 കിട്ടി.
അപ്പോൾ ഇനി അടുത്ത നമ്പർ കിട്ടാൻ 23 + 32 ചെയ്താൽ 55 എന്ന് കിട്ടും. ഇതാണ് ഓപ്ഷൻ, ഇതാണ് നമ്മൾ ഗസ്സിങ്. ഇനി ആ ഓപ്ഷൻ ഇതിലുണ്ടോ നോക്കാം. അപ്പം നമ്മൾ ഓപ്ഷൻ ഇതിലുണ്ട്, ഉത്തരം ബി തന്നെയാണ്, ഉറപ്പിക്കാം. നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് റൂളൊന്നുമില്ല. വെറുതെ 2 നമ്പർ തിരിച്ചെഴുതിയത് ഇവിടെ എഴുതി, ആഡ് ചെയ്തപ്പോൾ കിട്ടി. വീണ്ടും 2 തന്നു, അപ്പോൾ അതും നമ്മൾ ആഡ് ചെയ്തിട്ട് അടുത്തങ്ങോട്ട് എഴുതി.